ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇത് ഞാനിന്ന് വന്നിരിക്കും ഇതേ കാണുന്ന ഈ ഐറ്റമില്ല നമ്മുടെ പൈനാപ്പിൾ. ഈ പൈനാപ്പിൾ വെച്ചൊരു നല്ലൊരു പൈനാപ്പിൾ പുളിശ്ശേരിയായിട്ട് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ പൈനാപ്പിൾ കാണാൻ എന്ത് രസമാണ് അല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പൈനാപ്പിളിൻ്റെ തലയെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി ഇതിൻ്റെ തൊലി കൂടി കളയാം. കുറച്ച് പാടാണ്, എന്നാലും നമുക്ക് ചെയ്തിട്ട് വരാം. അപ്പോൾ നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് നമ്മുടെ ഈ പൈനാപ്പിളിൽ സുന്ദര കുട്ടപ്പനാക്കി എടുക്കാം. അപ്പോൾ അതാ നമ്മുടെ പൈനാപ്പിളിൻ്റെ തൊലിയൊക്കെ നമ്മൾ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നമ്മുടെ പുളിശ്ശേരിക്ക് ആവശ്യമായ രീതിയിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എത്ര കിലോ കഷ്ണമാണ് ആക്കേണ്ടതെന്ന് ഞാനൊന്ന് മുറിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഈ കാണുന്ന ഇത്രയും വലുപ്പത്തിലാട്ടോ നമുക്ക് പൈനാപ്പിൾ മുറിച്ചെടുക്കേണ്ടത്. അപ്പോൾ അതാ നമ്മുടെ പൈനാപ്പിളൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഇനി അതിന് മുന്നേ ഇതിൽ ഞാൻ എല്ലാ കഷ്ണങ്ങളും കുക്കറിലോട്ട് ഇടുന്നില്ല കേട്ടോ. ഞാൻ കുറച്ച് കഷ്ണങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത് എന്തിനാണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ അതാ എടുത്ത് വെച്ച് ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ ഞാനിതാ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. അപ്പോൾ ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളമാണ്. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളമായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നമ്മുടെ കുക്കർ അടിച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ എടുത്ത് വെച്ച കഷ്ണങ്ങളില്ല, അത് മിക്സി ജാറിലോട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ പൈനാപ്പിളിലോട്ട് നമുക്ക് ഈ മിശ്രിതം കൂടി, പൈനാപ്പിൾ അരച്ച മിശ്രിതം കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു തവി ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതിലുള്ള നമ്മുടെ തേങ്ങ അരച്ച മിശ്രിതം കൂടി നമുക്ക് ഇതിലോട്ട് ചേർക്കാനുണ്ട്. അപ്പോൾ അതാ ഞാനതിനായി ഒരു മിക്സി ജാർ എടുത്ത് അതിൽ ഞാനതാ ഒരു 2-2.5 പിടി നമ്മുടെ തേങ്ങ ഇട്ട് കൊടുത്തു. ഇനി ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കാൻ പോകുന്നത് പച്ചമുളകാണ്. ഞാനിവിടെ 2 പച്ചമുളക് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് 2 പച്ചമുളക് ധാരാളമാണ് ഈ 2.5 പിടി തേങ്ങയ്ക്ക്. ഇനി ഞാനിതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ജീരകപ്പൊടി കേട്ടോ. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് അരച്ച് നമ്മുടെ അരവ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് നമ്മുടെ തൈരൊന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് കടുക് മണി കൂടി ഈ അരവിലോട്ട് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു അടി അടിച്ച് ആ കിട്ടിയ അരവ് നമ്മുടെ വേവിച്ച് വെച്ച പൈനാപ്പിളിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ നമുക്ക് ഇനി നമ്മുടെ അരവും പിന്നെ നമ്മുടെ വേവിച്ച് വെച്ച പൈനാപ്പിളൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സായി കൊടുക്കാം ഒരു തവി ഉപയോഗിച്ച്. ഇനി നമുക്ക് ഇത് തിളച്ച് വരുന്നവരെ കാത്തിക്കാം. അപ്പോൾ അതാ നമ്മുടെ പുളിശ്ശേരി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ ചൂടായി വരുമ്പം അതിലോട്ട് കടുക് മണി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അവസാനമായി നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് താളിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ എണ്ണയിൽ താളിച്ചെടുത്ത കടുകും മുളകും പിന്നെ വറ്റൽമുളകും കൂടി നമുക്ക് നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരിയിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.